കുറച്ചുകൂടെ വലിയ ടെക്നീഷ്യന്മാരൊക്കെ വന്നാൽ ഇതേ സിനിമ മാറും, വലിയ പടമായിട്ട് മാറും. തീർച്ചയായും വളരെ അപൂർവമായിട്ടാണ് ഈ സിനിമ ഫാമിലിയായിട്ട് പോയിട്ടുള്ളത്. കാര്യങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമ്മളിങ്ങനെ വെറുതെ സ്വപ്നം കാണുമല്ലോ, നടക്കുമോ നടക്കത്തില്ലയൊന്നും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുമല്ലോ നമ്മുടെ ഭാവിയിൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം ആഗ്രഹിച്ച ഓരോ മേഖലയിലും വലുതൊന്നുമല്ല, പക്ഷേ സാന്നിധ്യമാണ്. ഞാൻ എല്ലാത്തിലും ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന മേഖലയാണ് ക്രിക്കറ്റ്. അതിൻ്റെ ഇപ്പം നടക്കുന്നതിനകത്തുണ്ട്, സിനിമയുടെ മേഖലയിലുണ്ട്, സംവിധാനം ചെയ്തു, എഴുത്തുകാരനായി ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇനി അടുത്തത് ചെയ്യണം. ഇനി ഇതിൽ മുന്നോട്ട് പോകാനാണ് ഈശ്വരൻ വിധിച്ചെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും. എന്നെ സംബന്ധിച്ചൊരു എക്സ്പീരിയൻസ് മാത്രമായിരുന്നു ഈ സിനിമ. അതായത് ഈ സിനിമയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നണിയിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്തോ പഠിക്കാനുണ്ട്. മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പല ഷൂട്ടും ചെയ്തു. ഇതിന് ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയത്തേക്കുള്ള ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഔട്ട് നമുക്കിപ്പോൾ വരുമ്പോൾ ഇതിനകത്ത് പോരായ്മകളുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് അടുത്തൊരു സിനിമ കിട്ടിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ലൈഫിൽ ഈ സംഭവിക്കുന്നതെല്ലാം പഠിക്കാനുള്ള ഒരു മാർഗ്ഗം. അത് എളുപ്പത്തിൽ കിട്ടത്തില്ലല്ലോ. എഞ്ചിനീയറിംഗ് പഠിക്കാൻ കാശ് കൊടുക്കണം, MBBS പഠിക്കാൻ കാശ് കൊടുക്കണം. ഈ പറയുന്നത് ഇതൊക്കെ പഠിക്കണം കാശിന് പകരം ഇത്തരത്തിലുള്ള സമയങ്ങളും കാര്യങ്ങളും വേണ്ടി വരും. മറ്റുള്ളവരുടെ കാശാണെന്നുണ്ടെങ്കിലും ഞാനും പഠിക്കുകയാണ്. നല്ലൊരു എക്സ്പെരിമെന്റ് ആയി. അങ്ങനെയാണ്. അപ്പോൾ ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചാൽ മതി. നല്ല അഭിപ്രായം പറയുന്നത് ഞാനിത് ഞാൻ എഡിറ്റർ വേർഷൻ കണ്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ സിനിമകൾ ഒരുപാട് മാറി. പുതിയ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ തന്നെ സിനിമകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ OTT വരുമ്പം കാണാൻ പറ്റിയ പടങ്ങളൊന്നും ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയ പടങ്ങളൊന്നും ഒരു തരംതിരിവുണ്ട്. അതുകൊണ്ട് ഒരു സിനിമയും സത്യത്തിൽ പരാജയപ്പെടുന്നില്ല. കാരണം തിയേറ്ററിൽ ചിലപ്പോൾ ചില സിനിമകൾ പരാജയം സംഭവിച്ചേക്കാം. അത് സിനിമകൾ OTT വരുമ്പോഴോ TV വരുമ്പോഴോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കത്തക്ക ഒരു ഘടകം ഒരു സിനിമയ്ക്കുണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് അവർ തിയേറ്ററിൽ വന്ന് സിനിമ വിജയിപ്പിക്കുന്നത്. പിന്നെ ഇത് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുന്നത്, നമ്മളെ ഇവിടം വരെ എത്തിച്ച പ്രേക്ഷകർ നമ്മുടെ സിനിമ വന്ന് കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അവരെന്നോട് പറയണം ഏത് ഏരിയ നന്നായിരുന്നു, ഏത് ഏരിയ മോശമായിരുന്നു, അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ഈ പുതിയൊരു സിനിമ ചെയ്യുമ്പോൾ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അതിനാണ് ഞാൻ മെയിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണണം, തിയേറ്ററിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലാതെ ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയാണെന്നോ. അതെ, ഒന്നെന്ന് പറയുന്നത് ഇപ്പം ഓണക്കാലമായിട്ട് ഒരുപാട് ആൾക്കാർ വലിയ 2 പടങ്ങൾ കണ്ട് ഏകദേശം മലയാളികളെല്ലാം ലോകയും ഹൃദയപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്നു. ഓണം കഴിയുമ്പോഴത്തേക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഉണ്ടാകും. എന്നാലും ഉള്ളവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പരമാവധി ആൾക്കാർ പോയി കാണുക. അതായത് ഈ കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ജെന്യുവിനാണ്. ഞാൻ ആരെയും ഒരു അഭിപ്രായങ്ങളും പോസിറ്റീവായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുമില്ല. എനിക്കങ്ങനെ ഇഷ്ടമില്ല. ജെന്യുവൻ അഭിപ്രായം മാത്രമേ ഞാൻ അതെ. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ആൾക്കാർ നല്ലത് പറഞ്ഞാലൊന്നും ഈ സിനിമ നല്ലതാവത്തില്ല. ഞാൻ നല്ലത് പറയിപ്പിച്ചാൽ സിനിമ നല്ലതാവത്തില്ല. സിനിമ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. അത് ഉണ്ടാവണമല്ലോ. എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത് വേറെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതിലൊരു മെജോറിറ്റിയുടെ ഇഷ്ടമാണ് നമ്മൾ ഈ സക്സസ് എന്നും പരാജയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രണ്ടായാലും എനിക്ക് തോന്നുന്നത് ഒരു മെജോറിറ്റി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടുണ്ടെന്നുള്ള അവരുടെ അവസാനം ഇറങ്ങിയ സമയത്ത് പലരുടെയും കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നോക്കുന്നിടത്തോളം സിനിമ അവർക്ക് കണക്റ്റഡായി. ഞാനും അത്ര